ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ചോദിക്കണം, പ്രതികൾക്കും അതുപോലെ വിക്ടംസിനും അറ്റൻഡ് ചെയ്യാൻ പറ്റിയ സൈക്കോ തെറപ്പി എന്തൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് വിക്ടിംസിനെ പറ്റി പറയാം. ഈ ഒരു ക്രിമിനൽ ആക്ട്, അവർക്ക് നേരെ വന്നിട്ടുള്ള ക്രിമിനൽ ആക്ട് എന്ന് പറയുന്നത് അവർക്കൊരു ട്രോമാറ്റിക് മെമ്മറിയാണ്. ആരാണെങ്കിലും അതൊരു ട്രോമാറ്റിക് മെമ്മറി ആയിരിക്കും. സോ ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് ആണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ മെയിൻ ഫോക്കസ്. അതിൽ EFT ഉണ്ടാവും, EMDR ഉണ്ടാവും, CBT, ട്രോമ ഫോക്കസ് CBT, അങ്ങനെ ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് നമുക്ക് കൊടുക്കും. സെക്കൻഡ് വന്നിട്ട് ഗ്രൂപ്പ് തെറപ്പീസ്. അപ്പോൾ ഗ്രൂപ്പ് തെറപ്പീസ് എന്ന് പറയുമ്പോൾ ഇവരെ പോലെ ക്രിമിനൽ ആക്ട്സ് നേരിട്ടിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുമ്പോൾ എന്താണ്, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ആൾക്കാരുണ്ട്, എനിക്ക് ഇതിൽ പുറത്തു വരാൻ പറ്റുന്നുള്ളൊരു ഫീലിംഗ് വരും. പിന്നെ ഇങ്ങനെ ഒരു ക്രിമിനൽ ആക്ട് നേരിട്ട് എന്നുള്ളത് അവർക്ക് ഒരു ഷെയിം അല്ലെങ്കിൽ ഒരു സ്റ്റിഗ്മ ആയിട്ട് അവർക്ക് നേരെ വരുന്നുണ്ട്. അപ്പൊ അതിനെങ്ങനെ അഡ്രസ് ചെയ്യാന്നുള്ളത് നമ്മൾ തെറപ്പിയിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി ക്രിമിനൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഇഷ്യൂസ് ഉള്ളത് കാരണമാണ് അവർ ക്രിമിനൽസ് ആയി മാറുന്നത്. നമ്മൾ ആ ഇഷ്യൂസിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ എഗെയിൻ ചൈൽഡ്ഹുഡിൽ നിന്ന് എന്തെങ്കിലും ഇപ്പൊ ട്രോമാറ്റിക് ഇഷ്യൂസ് ഒക്കെ കാരണം ക്രിമിനൽ ബിഹേവിയറിലേക്ക് കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എഗെയിൻ ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് ആണ് നമ്മൾ കൊടുക്കുക. പിന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനൊക്കെ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറപ്പി, അങ്ങനെ